കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. എല്ലാ പ്രോബ്ലംസും അതിൽ കൊടുത്തത് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് തരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 2022 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 17 തന്നിട്ടുള്ള ഇതാണ്. A company has provided the following information. Profit of previous year before deducting depreciation rupees 2 lakh, WDV of asset rupees 1 lakh, rate of depreciation 15%, rate of tax 26%, asset purchased for scientific research cost rupees 1 lakh, the amount is fully deducted under section 35. The asset is short-term capital asset and it is sold for rupees 80,000 and second one 1,50,000. Okay, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. From tax planning point of view, suggest whether the asset should be sold without using it for business purpose or after use for business purpose. Okay, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? Whether it should be sold without using. അപ്പൊ വിത്തൗട്ട് യൂസിങ് ഫോർ ബിസിനസ്സും അതേപോലെ ആഫ്റ്റർ യൂസിങ് ഫോർ ബിസിനസ്സും രണ്ട് പാർട്ട് നിങ്ങൾ ചെയ്യണം. അതിൽ തന്നെ നിങ്ങൾ സെയിൽസ് വരുന്നത് 80,000 ആണെങ്കിലും സെയിൽസ് വരുന്നത് 1,50,000 ആണെങ്കിലും ഈ രണ്ട് ഓപ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് റെക്കമെൻഡേഷൻ നടത്താനാണ് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഒന്നാമത്തെ പാർട്ടിൽ ചെയ്യുന്നത് എന്താണ്? അസെറ്റ്സ് സോൾഡ് വിത്തൗട്ട് യൂസിങ് ഫോർ ബിസിനസ് ആണ്. വിത്തൗട്ട് യൂസിങ് ഫോർ ബിസിനസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒന്നാമത്തെ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യാത്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നു? അസറ്റ് വിൽക്കുകയാണെങ്കിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ രണ്ട് ഘട്ടമായിട്ട് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് കേസ് വരുന്നുണ്ട്. സെയിൽസ് റുപ്പീസ് 80,000 ആണെങ്കിൽ സെയിൽസ് 80,000 ആണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും അതേപോലെ സെയിൽസ് 1,50,000 ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുള്ളത്, അതായത് WDV എന്ന് പറഞ്ഞ് തന്നതാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 1 lakh ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. കാരണം 80,000 ആണ് സെയിൽസ് പ്രൈസ്, 1 lakh ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമുക്ക് ലോസ് ആണ് കിട്ടുന്നത്. എത്രയാണ്? 20,000 ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ബി എന്താണ്? സെയിൽസ് റുപ്പീസ് 1,50,000 ആണെങ്കിൽ അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. 1,50,000 നിന്നും 1 lakh മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50,000 പ്രോഫിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പൊ ഇവിടെ -20,000 ആവുന്ന കേസിൽ എന്താണ്? നോ ടാക്സ് ലയബിലിറ്റി. കാരണം എന്താണ്? ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല ഒന്നാമത്തെ കേസിൽ. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് 50,000 ആണ് ഗെയിൻ കിട്ടുന്നത്. 50,000 ആവുമ്പോൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ വരും? ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 50,000 ടാക്സ് റേറ്റ് തന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 26,000. അപ്പൊ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ 50,000 പറയുന്നത് 13,000 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 13,000 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തെ പാർട്ട് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്തു? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് കണ്ടെത്തി, അതേപോലെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തി. ഇനി ഇതിന്റെ റെക്കമെൻഡേഷൻ എന്നുള്ളത് രണ്ടാമത്തെ കൂടെ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്യാം.
ഇതിന്റെ രണ്ടാമത്തെ പോർഷൻ എന്താണ്? അസറ്റ് സോൾഡ് ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ ബിസിനസ് ആണ്. ബിസിനസ്സിൽ യൂസ് ചെയ്തതിനു ശേഷമാണ് അസറ്റ് വിൽക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിപ്രീസിയേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ് ആകുമ്പോൾ അവിടെ ഡിപ്രീസിയേഷൻ വരും. 1 lakh ആണ് നമ്മുടെ എമൗണ്ട് WDV റിട്ടേൺ ഡൗൺ വാല്യൂ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 15% ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ 15% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 15,000 നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ഡിപ്രീസിയേഷൻ 15,000 നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ ന്യൂ WDV എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 1 lakh എന്നതിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? 15,000 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 85,000 ആണ് ന്യൂ WDV കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. സെയിൽസ് പ്രൈസ് റുപ്പീസ് 80,000 ആണെങ്കിൽ ആണ് ഒന്നാമത്തെ വരുന്നത്. അപ്പൊ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് തന്നെയാണ്. സെയിൽസ് പ്രൈസ് എത്രയാണ്? 80,000 ആണ്. അതിൽ നിന്നും 85,000 മൈനസ് ചെയ്യുന്നു കോസ്റ്റ് ആയ. അപ്പൊ നമുക്ക് ലോസ് എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോ ടാക്സ് ലയബിലിറ്റി ആണ്. ഇതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ബി, രണ്ടാമത്തത് സെയിൽസ് പ്രൈസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തരുന്നത്? 1,50,000 ആണെങ്കിൽ അവിടെ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടുന്നത്. അതായത് സെയിൽസ് പ്രൈസ് 1,50,000 ആണ്. അതിൽ നിന്നും 85,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 65,000 എന്ന് എമൗണ്ട് കിട്ടും. അപ്പൊ ഇവിടെ ടാക്സ് പേബിൾ എന്ന് പറയുന്നത് എത്ര വരും? 65,000 ഇൻറ്റു 26% ആണ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത്. അപ്പൊ 65,000 26% നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 16,900 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് കാൽക്കുലേഷൻസ് ചെയ്തു. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത്. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് റെക്കമെൻഡേഷൻ നടത്താൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ ജസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റനിൽ പറയുന്നത് ഫ്രം ടാക്സ് പ്ലാനിങ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ്. ടാക്സ് പ്ലാനിങ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ടാക്സ് എമൗണ്ട് കുറയണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ളതിനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. വേറെ ഒരു കാര്യവും നിങ്ങൾ ഇൻകംസ് പ്രോഫിറ്റ് അതൊന്നല്ല നോക്കേണ്ടത്. ഇവിടെ ടാക്സ് പ്ലാനിങ് വ്യൂ ആണ് നോക്കേണ്ടത്. അവിടെ ടാക്സ് കുറയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഒന്നാമത്തെ കേസിൽ 80,000 നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിൽ നല്ലത് എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ ബിസിനസ്. കാരണം എന്തായിരുന്നു? അവിടെ നമുക്ക് നമ്മള് പിന്നെ ഒന്നാമത്തെ കേസിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോസ് എത്രയാണ്? 20,000 ആണ്. പക്ഷെ രണ്ടാമത്തെ കേസിൽ എന്തായിട്ടുണ്ട്? അത് 5,000 ആയിട്ട് മിനിമൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കേസിൽ പറയുമ്പോൾ അവിടെ എന്താണ് നല്ലത്? രണ്ടാമത്തേതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ പറയുമ്പോൾ ഈ സെല്ലിംഗ് അറ്റ് റുപ്പീസ് 1,50,000 1,50,000 വിൽക്കുന്നതെങ്കിൽ നല്ല എന്താണ്? സെൽ വിത്തൗട്ട് യൂസിങ് ഇറ്റ് ഫോർ ബിസിനസ് ആണ്. കാരണം എന്താ? അവിടെ നമുക്ക് ടാക്സ് എമൗണ്ട് കിട്ടിയത് 13,000 ആയിരുന്നു. കമ്പയർഡ് ടു എന്താണ്? ആഫ്റ്റർ ബിസിനസ് യൂസ്. ആഫ്റ്റർ ബിസിനസ് യൂസ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 16,900 ആണ് ടാക്സ് പേബിൾ കിട്ടിയത്. ബിഫോർ ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? 13,000 ആയിരുന്നു. അപ്പൊ നല്ലത് ഏതാണ്? ബിഫോർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ വിത്തൗട്ട് യൂസിങ് ഇറ്റ് ഫോർ ബിസിനസ് ആണ് ഇവിടെ നല്ലത്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ല നോക്കുന്നത്, അവിടെ നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് ആണ് നിങ്ങൾ നോക്കുന്നത്. അത് കമ്പയർ ചെയ്തിട്ടാണ് ടാക്സ് പോയിന്റിലാണ് നിങ്ങൾ പറയുന്നത്. ടാക്സ് കുറവേതാണ് ആദ്യം വരുന്നതാണ്, ഇനി ടാക്സ് കൂടുതൽ വരുന്നത് ആഫ്റ്റർ യൂസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ കൊടുക്കുക. ഈ രീതിയിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുക. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.